ശരിക്കും ഒരു സൈഡിൽ കൂടെ ട്രെയിനിങ് ഇങ്ങനെ പോകുന്നു. നമ്മൾ ഹിന്ദി ഫിലിംസിലൊക്കെ പാട്ട് സീനിലൊക്കെ കാണുമ്പോഴത്തെ ഡ്രൈവ്, ട്രെയിനും കാറും മത്സരം വെക്കാന്ന് തോന്നുന്നു. മ്യൂണിച്ചിലേക്ക് വെച്ച് പിടിക്കുമ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഏത് ടൈമിൽ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ടൈമിനാണ് പെട്ടെന്ന് പോലീസ് ബാക്കിൽ വന്നിട്ടു ലൈറ്റ് അടിച്ചു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു ഭീകരത ഉണർത്തുന്ന ഒരു കത്തീഡ്രൽ. തിമിഷോറയിൽ നിന്ന് ബുദാപെസ്റ്റിലേക്ക് ഒരു 300 ആ റേഞ്ച് ഓഫ് കിലോമീറ്ററാണ് വരുന്നത്. ബുദാപെസ്റ്റിലേക്ക് ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. ബുദാപെസ്റ്റിൽ ഒരു 7 മണി 7:30 ആകുമ്പോഴേക്ക് എത്തി. ഈ യൂറോപ്പിൻ്റെ മുകളിലോട്ട് കയറി പോകും തോറും ഈ പകലിൻ്റെ ദൈർഘ്യവും ശരിക്കും നമുക്ക് ഇങ്ങനെ കൂടി വരുന്ന പോലെ ഫീൽ ചെയ്യും. ഈ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ജൂൺ മാസത്തിൽ ട്രാവലിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ജൂൺ മാസത്തിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ രാത്രി ആവാൻ ശരിക്കും ഒരു 10 മണി 9:30 ആ ടൈമാവും. അപ്പോൾ ഞങ്ങൾ നേരെ ബുദാപെസ്റ്റിലേക്ക് പോയി. ബുദാപെസ്റ്റിൽ നിന്ന് ഞങ്ങൾ ടൗണിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ് എടുത്തത്. ഒരു കോട്ടേജ് പോലത്തെ പക്കാ ടൗണിൻ്റെ ഉള്ളിൽ. അവിടെ ബുദാപെസ്റ്റിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഏരിയയിലും പാർക്കിംഗ് ഉണ്ടാവില്ല. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണെങ്കിൽ ഞങ്ങളെ വണ്ടിയുടെ ഹൈറ്റ് 190ൻ്റെ മുകളിൽ വരും. 180 ഹൈറ്റ് മാത്രമാണ് അവിടെയുള്ള ഇതിനുണ്ടാവുള്ളൂ, ഈ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് തപ്പിപ്പിടിച്ചു. പാർക്കിംഗ് ദൂരത്ത് പാർക്ക് ചെയ്തു. പക്ഷേങ്കിൽ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത താമസം. അങ്ങനെ ബുദാപെസ്റ്റിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, രാവിലെ ഞങ്ങൾ എണീറ്റിട്ട് കാഴ്ചകളിലേക്ക് ഇറങ്ങാമെന്നുള്ളൊരു തീരുമാനമായി. റെസ്റ്റ് എടുത്ത് രാവിലെ എണീറ്റ് അംജു പറഞ്ഞു അംജു ഇന്ന് കാഴ്ചകളിലേക്ക് വരുന്നില്ല, കാരണം അവന് വർക്കുണ്ട്. അങ്ങനെ അവൻ റൂമിലിരുന്ന് വർക്ക് ചെയ്തു. ഞങ്ങൾ കാഴ്ചകളിലേക്ക് പോയി, ഞാനും ഫത്താവും മഷ്കൂറും. അന്ന് രാവിലെ തന്നെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള മെട്രോയിൽ കയറി. അവിടുന്ന് നമ്മൾ നേരെ പോകുന്ന ലിബർട്ടി ബ്രിഡ്ജിലാണ്. ലിബർട്ടി ബ്രിഡ്ജ് എന്ന് വെച്ചാൽ മമ്മൂക്കാൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു പച്ച നിറമുള്ള ഒരു ബ്രിഡ്ജിൽ ഇങ്ങനെ ഫേസ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹംഗേറിയൻ പാർലമെൻറ്റ്, സിറ്റാഡല്. ഇതെല്ലാം അടുത്തടുത്താണ്. ഒരു ബുദാപെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു നദിയുടെ അപ്പുറവും ഇപ്പുറമാണ് ഓൾഡ് ടൗണും ന്യൂ ടൗണുമായിട്ട് നഗരം കിടക്കുന്നത്. പക്ഷെ ഭയങ്കര ഭംഗിയുള്ള നഗരമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അടുത്ത പോകാനുള്ളത് ബുദാപെസ്റ്റ് സ്റ്റേ കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് ഓസ്ട്രിയയാണ് ഞങ്ങൾ നെക്സ്റ്റ് ഡേ പ്ലാൻ ചെയ്യുന്നത്. ബുദാപെസ്റ്റിൻ്റെയും ഓസ്ട്രിയൻ്റെയും നടുക്ക് ഒരു ചെറിയ രാജ്യമുണ്ട്, സ്ലോവാക്കിയൻ്റെ തലസ്ഥാനമാണ് ബാറ്റിസ്ലാവ കവർ ചെയ്തിട്ടാണ് നമ്മൾ എവിടെ പോകുന്നത്, ഓസ്ട്രിയക്ക് പോകുന്നത്. നെക്സ്റ്റ് പ്ലാൻ ഞങ്ങൾ ബാറ്റിസ്ലാവ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അടുത്ത ഡ്രൈവ് എന്ത് ചെയ്തു, ബാറ്റിസ്ലാവയ്ക്ക് പിടിച്ചു. ബാറ്റിസ്ലാവ നഗരത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. അവിടെ ഒരു കാസിലുണ്ട്, അവിടെ പോയിട്ട് കുറേ ഇരുന്നു. അവിടെ ഒരു പാലസ് ഉണ്ട്, മ്യൂസിയംസ് ഉണ്ട്. അവിടെ നമുക്ക് കയറണമെന്ന് തോന്നുന്ന കുറേ സ്ഥലങ്ങളിലൊക്കെ കയറി. പിന്നീട് ഞങ്ങൾ പോകുന്നത് അവിടെ ഓൾഡ് ടൗൺ നല്ലൊരു വൈബുള്ള സ്ഥലം, കാം ആൻഡ് ക്വയറ്റ്, റെസ്റ്റോറൻറ്റ്സ്, പബ്ബ്, ആ ഒരു സ്റ്റൈലുള്ള സ്ഥലം. ഇപ്പം നോർമൽ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന യൂറോപ്യൻ നഗരത്തിൽ കാണുന്ന ഫുൾ ടൈം ആളുള്ള ഒരു ഓൾഡ് ടൗൺ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഓൾഡ് ടൗണിലേക്ക് പിടിച്ചു. ഓൾഡ് ടൗണിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്പേസ് കണ്ടെത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ നടന്ന് ഓൾഡ് ടൗണിൽ എക്സ്പ്ലോർ ചെയ്തു. ഓൾഡ് ടൗണിന് ശേഷം ഞങ്ങൾ അവിടുന്ന് 4 മണി 5 മണിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കുറച്ചുകൂടി കറങ്ങി ഞങ്ങൾ തീരുമാനിക്കും നമുക്ക് ഓസ്ട്രിയക്ക് പോകാം. ഓസ്ട്രിയ വിയന്നയിൽ റൂം നോക്കുമ്പം ഹെവി ചാർജ്, ഒരു സ്ഥലത്തും പാർക്കിംഗ് ഇല്ല. ഈ ഹംഗറിയിൽ നേരിട്ട് അതേ പ്രശ്നം ഞങ്ങൾക്ക് വിയന്നയിൽ നേരിടുന്നുള്ള ഉറപ്പാണ്. ഞങ്ങൾ ഓസ്ട്രിയയിലുള്ള സ്റ്റേ വിയന്ന ഒഴിവാക്കിയിട്ട് ഔട്ടറിലേക്ക് സ്റ്റേ മാറ്റുകയാണ്. കാരണം ഒന്നാമത് കോസ്റ്റ് കുറവായിരിക്കും, പിന്നെ നമുക്ക് നല്ല കുക്ക് ചെയ്യാനൊക്കെ ഉള്ള എയർബിഎൻബിയിലുള്ള വെഡിങ് ഗസി എന്ന് പറഞ്ഞ സാധനം കിട്ടുകയാണ്. ലേഡിയും അവരെ മകനും കൂടി നടത്തുന്നത്. അതിൻ്റെ മുകളിൽ അവർ താമസം, താഴെ ഞങ്ങൾ. ഇതൊരു പാടത്തിൻ്റെ നടുവിൽ പക്കാ ഒരു ഓസ്ട്രിയൻ ഗ്രാമത്തിൽ ഒരു സ്റ്റേ. ഞങ്ങളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ യൂറോപ്പിൽ എൻ്റർ ആയതിനു ശേഷം സ്റ്റേ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റേ. ചെറിയൊരു വീട്, ഒരു ഗ്രാമത്തിൻ്റെ നടുവിലുള്ളൊരു വീട്. അതിൽ മുകളിൽ അതിൻ്റെ ഓണർ താമസിക്കുന്നു, താഴെ അവർ റെൻ്റ് ഔട്ട്. ഞങ്ങൾക്ക് 2 റൂംസ്, ബാത്റൂംസ്, ഒരു സ്വിമ്മിംഗ് പൂള്, നല്ല കാഴ്ചകൾ എല്ലാം ഉള്ളത്. അന്നപ്പോൾ ഞങ്ങളവിടെ ഒരു 5 മണി 6 മണിക്ക് സൺസെറ്റൊക്കെ കണ്ട്, 6 മണിയല്ല ഒരു 9 മണിയായിട്ടുണ്ട്. 9 മണിക്ക് എത്തി റൂമിൽ വന്നു. പിറ്റേന്ന് രാവിലെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള തീരുമാനം എടുക്കുകയാണ്. ഞങ്ങൾ അവിടെ റൂമിലേക്ക് കയറുമ്പോൾ അവിടെ ആരും താമസമില്ല.
ആ ആൻറ്റി പുറത്ത് പോയിട്ടുണ്ട്. ആൻറ്റി പറഞ്ഞു നിങ്ങളവിടെ കയറി താമസിച്ച ചാവി അവിടെ ഉണ്ട്, ഞാൻ വന്ന് സെറ്റിൽ ചെയ്തോളാം പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ കയറി താമസിച്ചു. രാവിലെ ഫത്താവ് പറഞ്ഞു ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്തോളാം, നമുക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് തന്നെ ആക്കാമെന്ന് പറഞ്ഞു. ഈ വീട്ടിലുള്ള അമ്മച്ചിയുടെ സാധനം എടുത്തിട്ടാണ് ഫത്താവ് കുക്ക് ചെയ്യുന്നത്. അമ്മച്ചി വരുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഫത്താവ് അമ്മച്ചിയുടെ കുറേ സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ സാധനവും അമ്മച്ചിയുടെ സാധനവും ഒക്കെ നിരത്തി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. അമ്മച്ചി ഒന്നും പറഞ്ഞില്ല, അമ്മച്ചി നോക്കി ഓക്കെ കാര്യമാണെന്ന് പറഞ്ഞു. ഞങ്ങളവിടുന്ന് കുക്ക് ചെയ്തു, ഫുഡൊക്കെ കഴിച്ച് അത്രയും സഹകരിക്കുന്നൊരു ബിൽഡിംഗ് ഓണറായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങി വീണ്ടും ഹാൾസ്റ്റാറ്റ് വെച്ച് പിടിക്കുകയാണ്. നല്ല ഡ്രൈവ് എൻജോയ് ചെയ്തു. ഹാൾസ്റ്റാറ്റ് എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ സീനിക് വ്യൂ ആണ്. ഹാൾസ്റ്റാറ്റിൽ ഞങ്ങൾ പോയി നോക്കുമ്പോൾ വെച്ചാൽ ഫുൾ അറബ്സ് ഏഷ്യൻ സൈഡിലുള്ളവരൊക്കെ വളരെ കുറവാണ്. ഹാൾസ്റ്റാറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഹാൾസ്റ്റാറ്റിൽ ആ നദീതീരത്തിരുന്ന് കോഫി കുടിച്ചു. ഹാൾസ്റ്റാറ്റ് ഭയങ്കര ഭംഗിയുള്ളൊരു സീനിക് വ്യൂ ആണ്. ഈ ശരിക്കും യൂറോപ്പിൽ ഏറ്റവും ഭംഗി ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് ഇതൊക്കെ വെച്ചാൽ ആൽപൈൻ തീരാണ്. ആൽപൈൻ തീരത്തൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, സീനിക് വ്യൂ ആണ്. ഹാൾസ്റ്റാറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കൺട്രി ആയിട്ടുള്ള ജർമ്മനിലാണ്, റോസന്നെ എന്നുള്ള സ്ഥലത്ത്. റോസന്നയിലേക്കുള്ള ട്രാവൽ എന്ന് വെച്ചാൽ ഓസ്ട്രിയയിൽ നിന്ന് സീനിക് വ്യൂ അൾട്ടിമേറ്റ് ആണ്, നമുക്ക് തരുന്ന ഒരു കണ്ണിന് തരുന്ന കാഴ്ച. ആ കാഴ്ച കണ്ട് നമ്മൾ റോസന്നയിലേക്ക് എത്തി. അങ്ങനെ റോസന്നയിൽ താമസിച്ചു. അവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ ഞങ്ങളെ മ്യൂണിച്ചിലേക്ക്. അങ്ങനെ മ്യൂണിച്ച് വെച്ച് പിടിക്കുകയാണ്. മ്യൂണിച്ചിലേക്ക് വെച്ച് പിടിക്കുമ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഏത് ടൈമിൽ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്നിട്ട് ടൈമിനാണ് അങ്ങനെ ഞങ്ങളെ സെക്കൻഡ് ടൈം പോലീസ് ക്യാച്ച് ചെയ്യാണ്, ജർമ്മൻ പോലീസ്. ജർമ്മനിൽ ഓട്ടോ ബാനാണ് റോഡ്. ഓട്ടോ ബാൻ എന്ന് വെച്ചാൽ സ്പീഡ് ലിമിറ്റ് ഉണ്ടാവില്ല, നമുക്ക് അൺലിമിറ്റഡ് സ്പീഡ്. ഓട്ടോ ബാനിൽ കയറി ഞാൻ ഡ്രൈവ് ചെയ്തു. പെട്ടെന്ന് പോലീസ് ബാക്കിൽ വന്നിട്ടു ലൈറ്റ് അടിച്ച് സർവീസ് ഉണ്ടാവും, അവിടെ സർവീസ് റോഡ് ഉണ്ടാവും. അവർ സിഗ്നൽ ഇടുന്നു, പിന്നെ അവർ നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെ സർവീസിൽ ഞാൻ കയറ്റി ഫോളോ ചെയ്തു, അവരവിടെ നിർത്തി. സെക്കൻഡ് ടൈം ഞങ്ങൾ ഇത്രയും ദിവസവും 20 ദിവസം ഓൾറെഡി കഴിഞ്ഞു. ഈ 20 ഇടയ്ക്ക് സെക്കൻഡ് ടൈമാണ് പോലീസ് പിടിക്കുന്നത്. അവർ വന്നു, അന്നേരം എന്നോട് ചോദിച്ചു എവിടുന്നാന്ന് ചോദിച്ചു. വണ്ടി നിർത്തി. നമ്മൾ വണ്ടി നിറങ്ങൊന്നും വേണ്ട, അവർ നമ്മളെ അടുത്തേക്ക് വന്നോളൂ. അവർ ട്രീറ്റ് ചെയ്യുന്ന വേറെ രീതിയിലാണ്. അങ്ങനെ നമ്മളെ അടുത്തേക്ക് വന്നു. എവിടുന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഖത്തറിൽ നിന്നാണ്, ഡ്രൈവ് ചെയ്ത് വരികയാണ്. അതിനോട് നീ ലോ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു എന്ത് രീതിയിലാണ് ഞാൻ ലോ വയലേറ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞു നീ സെക്കൻഡ് ട്രാക്ക് എടുക്കുമ്പോൾ സിഗ്നൽ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് കയറുന്നത്, നെക്സ്റ്റ് ടൈമിൽ ഞങ്ങൾ ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിവിടെ ന്യൂ ആണ്, ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വരുന്നതാണ്, അന്നേരം ജർമ്മനിലെ നിയമങ്ങളൊന്നും ഞങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞ് തടി തപ്പി. പക്ഷേ ആളെന്ത് ചെയ്തു, ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തു, വിസ ഒറിജിനൽ അല്ലേ എന്ന് ചെക്ക് ചെയ്തു, ഞങ്ങൾ പാസ്പോർട്ടൊക്കെ വാങ്ങിച്ചു, ചെക്ക് ചെയ്തു. വണ്ടികൾ ചെക്ക് ചെയ്യും, അങ്ങനത്തെ ഒന്നുമില്ല. ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ അവർ കറക്റ്റ് ചെക്ക് ചെയ്തു. അവിടുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ പുള്ളിക്കാരൻ വിളിച്ച് വിസേൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. കാരണം ഞാൻ എടുത്തത് അവർക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ജർമ്മൻ എംബസിയിൽ നിന്നാണ് ഞാൻ വിസ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തത് ഓസ്ട്രിയൻ വിസയായിരുന്നു, ജർമ്മൻ എംബസിയിൽ നിന്ന് എടുത്ത്. അവർക്ക് പെട്ടെന്ന് ജർമ്മൻ എംബസിയിൽ നിന്ന് എടുത്തുകൊണ്ട് കറക്റ്റ് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അല്ലെങ്കിലും ഷെങ്കനൊക്കെ കണക്റ്റഡ് ആണ്, അവർക്ക് മനസ്സിലാവും. അന്നേരം അവർ എല്ലാം ഓക്കെ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഓക്കെ ആണ്, ട്രാവൽ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മ്യൂണിച്ചിൽ പോയി ആദ്യം കാണുന്നത് വെച്ചാൽ നമ്മളെല്ലാം ഈ ട്രാവലേഴ്സ് വണ്ടി ലവേഴ്സിൻ്റെ ഹരായിട്ടുള്ള BMW മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. BMW മ്യൂസിയത്തിന് വെച്ചാൽ ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്താണോ വേണ്ടത് അത് BMWയിലുണ്ട്. BMWയുടെ മ്യൂസിയത്തിൽ കയറി ടിക്കറ്റ് ചാർജൊക്കെ കൊടുത്തു. കാരണം എൻ്റെ ഒരു ഡ്രീമായിരുന്നു BMWൻ്റെ ഒരു മ്യൂസിയം സന്ദർശിക്കണം എന്നുള്ളത്. അവിടെ വരുന്ന വണ്ടികളുടെ മോഡലുകളും ഈ നമ്മൾ കാണാത്ത വണ്ടികളും BMW ഏതെല്ലാം വണ്ടികൾ ഇറക്കിയിട്ടുണ്ടോ, ബൈക്കുകൾ ഇറക്കിയിട്ടുണ്ടോ, അതിൻ്റെ എല്ലാ മോഡൽ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു 6 നില 5 നിലയിൽ കണ്ടാൽ തീരാത്തൊരു ലോക BMW മ്യൂസിയം. അങ്ങനെ മ്യൂണിച്ച് നഗരത്തോട് വിട പറഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോകേണ്ട കൺട്രി എന്ന് വെച്ചാൽ വധൂസാണ്. ലിച്ചിസ്റ്റെയിൻ്റെ വധൂസ് ലിച്ചിസ്റ്റെയിൻ്റെ ക്യാപിറ്റലാണ്. ഫ്രാൻസിൻ്റെയും സ്വിറ്റ്സർലാൻഡിൻ്റെയും ഒക്കെ അടുത്തുള്ള ഒരു ചെറിയ, എനിക്ക് തോന്നുന്ന ഒരു 100 ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. എയർപോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയൊരു രാജ്യം. അന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് ഒരു റേറ്റ് കുറവുള്ള ഒരു നല്ലൊരു സ്റ്റേ തപ്പി അങ്ങനെ അവിടെ പോയിട്ട് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എണീറ്റു ഞങ്ങൾ വധൂസിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അത് പിന്നെ യൂറോപ്പിൽ
ബോർഡേഴ്സ് നമ്മൾ ക്രോസ് ചെയ്യുന്നത് മനസ്സിലാവില്ല. ശങ്കലിൽ കയറിയാലുള്ള ഇതത് ഇടയ്ക്ക് വെച്ച് ഒരു ഫ്ലാഗ് കാണുമ്പോൾ മനസ്സിലാക്കുക നമ്മൾ ഈ രാജ്യം മാറിയിട്ടുണ്ടെന്നല്ലേ. അത്രയും ക്ലോസ്ഡ് ആയിട്ട് രാജ്യങ്ങളാണ്. ഈ ലിച്ചിസ്റ്റൈനിൽ കയറി, വധൂസാണ് ക്യാപിറ്റൽ. ലിച്ചിസ്റ്റൈനിൽ ഏത് ടൂറിസ്റ്റ് പോയാലും ഒരു ഇതുണ്ട്, അവിടെ ഒരു പാസ്പോർട്ട്, ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഈ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മൾ ഒറിജിനൽ പാസ്പോർട്ട് കൊടുത്തിട്ട് അവിടുന്ന് സ്റ്റാമ്പ് ചെയ്യിക്കും. അങ്ങനെ ഞാനും മഷ്കൂറും ഫത്താവും ഞങ്ങളെല്ലാവരും കൂടി പാസ്പോർട്ടും എടുത്ത് ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അതൊരു രസമുള്ള പരിപാടിയാണ്. പാസ്പോർട്ടിൽ ഒരു എമിഗ്രേഷൻ എന്നല്ലാണ്ട് ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി, അവർക്ക് എയർപോർട്ടില്ല, എമിഗ്രേഷനില്ല, ഒന്നുമില്ല. അവരൊരു ആചാരം പോലെ നിലനിർത്തുന്ന ഒരു ടൂറിസ്റ്റിക് ആയിട്ടുള്ള പരിപാടി. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഒറിജിനൽ പാസ്പോർട്ടിൽ ലിച്ചിസ്റ്റൈൻ്റെ സ്റ്റാമ്പ് വെച്ചു. അവിടെ കാത്തീഡ്രൽ കണ്ടു. ആ ചെറിയൊരു സ്ക്വയർ, ചെറിയൊരു രാജ്യമാണ്. ആ രാജ്യത്തെ മൊത്തം കാഴ്ചകൾ കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾ കണ്ടു. കാരണം വെച്ചാൽ അത്രയും ചെറിയ രാജ്യമാണ് ലിച്ചിസ്റ്റൈനും വധൂസ് സിറ്റിയൊക്കെ. അങ്ങനെ വധൂസിലെ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ കാസിൽ കണ്ടു. കാസിലിൻ്റെ മുകളിൽ ഡ്രൈവ് ചെയ്ത് പോയി. ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ വണ്ടി ഇപ്പോൾ ഒരു കാറ്റോ മലയോ കണ്ടാൽ ഞങ്ങൾ വെറുതെ ഒന്ന് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. അത് ഞങ്ങളൊരു ശൈലിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നീങ്ങുന്നത് സ്വിറ്റ്സർലാൻഡിലേക്കാണ്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വധൂസിൽ നിന്ന് പിന്നെ ഞങ്ങൾ പോകുന്നത് ലുങ്കൺ എന്ന് പറഞ്ഞ ഒരു ലേക്ക് ഉണ്ട് സ്വിറ്റ്സർലാൻഡിൽ. ലുങ്കണിൽ ഒരു ഉൾനാടൻ ഗ്രാമമാണ്. അവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നദീൻ്റെ തീരത്ത് പോയിരുന്നു. ഞങ്ങളവിടെ ഫോട്ടോസ് എടുത്തു. പക്ക ഗ്രീനിഷ് ആയിട്ടുള്ള വാട്ടർ, നല്ല അടിപൊളി ക്ലൈമറ്റ്. അവിടെ ഒരു ഹൈ റേഞ്ച് ഏരിയ കണ്ടു. ഞങ്ങൾ ലോക്കൽസിന് മാത്രം പോകാൻ പറ്റുന്ന സ്ഥലമാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ടൂറിസ്റ്റിക്കായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പോയി. കയറി ഹെയർ പിന്ന് കയറും പോലെ കയറിപ്പോയി. മുകളിൽ എത്തിയപ്പോൾ ബോർഡ് കണ്ടു, ഇവിടെ ടൂറിസ്റ്റേക്ക് അനുമതിയില്ല, അവരെ നാട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണല്ലോ. ഇങ്ങനെ ഞങ്ങൾ എവിടെയായാലും ലോ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഞങ്ങൾ അവിടെ നിന്ന് നേരെ യൂട്ടേൺ അടിച്ചു തിരിച്ചിറങ്ങി ലൂട്ടബണ്ണൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ലൂട്ടബണ്ണൻ അന്ന് ഞങ്ങൾക്ക് മിസ്സായ ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ലൂട്ടബണ്ണനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി DDLGയിലുള്ള ആ ചേർച്ചൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. നേരെ ലൂട്ടബണ്ണനിൽ പിടിച്ചു. ലൂട്ടബണ്ണനിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ നല്ല ചാറ്റൽ മഴ ഇങ്ങനെ തുടങ്ങുക, ചളി തെറിക്കുന്നുണ്ട്. എന്നാൽ ലൂട്ടബണ്ണനിൽ അവിടെ പോയി. അന്ന് ലൂട്ടബണ്ണനിൽ ഞങ്ങൾ പാർക്ക് ചെയ്യുമ്പോഴേക്ക് കുറച്ച് കുറഞ്ഞു. ലൂട്ടബണ്ണനിൽ നല്ലോണം ഇന്ത്യൻസിനെ കാണുന്നുണ്ട് കേട്ടോ. ഈ ഹിന്ദി ഫിലിംസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും നല്ലോണം ഇന്ത്യൻസ് ഉണ്ട് ലൂട്ടബണ്ണനിൽ. ഇൻ്റർലാക്കാനിൽ അറബ്സും ഉണ്ട്, ഇന്ത്യൻസും ഉണ്ട്. അങ്ങനെ ലൂട്ടബണ്ണനിൽ പോയി. ലൂട്ടബണ്ണനിൽ ഏറ്റവും ഭംഗി എന്ന് വെച്ചാൽ മലമുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇവിടെ നാട്ടിൻപുറത്തൊന്നും ഇല്ലാത്ത വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളോട്ട് നമുക്ക് പോവാം. ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. സേഫാണ്. നമുക്ക് ഉള്ളോട്ട് ഇങ്ങനെ കയറി വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് മഴ കൊള്ളും പോലെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കാം. ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയി അവിടെ ഇരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്ത് നമുക്കൊന്നും സൗണ്ടൊന്നും കേൾക്കില്ല, വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ടാവും. ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത്. ഡ്രസ്സ് കംപ്ലീറ്റ് നനഞ്ഞു, ഷൂ നനഞ്ഞു, കംപ്ലീറ്റ് ഞാൻ നനഞ്ഞ് കുതിർന്ന് ഞാൻ ആ വെള്ളച്ചാട്ടത്തിൽ പോയി. പിന്നെ ലൂട്ടബണ്ണൻ്റെ ആ ഭംഗി എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം മതിമാർന്ന് ആസ്വദിക്കും നമ്മളാ ഭംഗി. സ്വിറ്റ്സർലാൻഡ് എന്ന് വെച്ചാൽ തന്നെ ആളുകൾക്ക് അറിയാം. അങ്ങനെ അവിടുന്ന് 2-3 റൗണ്ട് ഞങ്ങൾ അതിലിങ്ങനെ ഡ്രൈവ് ചെയ്തു, വെറുതെ ഡ്രൈവ് ചെയ്തു. ഓരോരുത്തർ മാറി ഡ്രൈവ് ചെയ്തു, വീഡിയോസ് എടുക്കുന്നു, ഡ്രൈവ് ചെയ്യുന്നു, ക്യാമ്പുകളിൽ ഏരിയ പോകുന്നു. ഞങ്ങൾ വെറുതെ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഒരു 2 മണിക്കൂർ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത്. കാരണം ഞങ്ങൾക്ക് അവിടുന്ന് വിടാൻ തോന്നില്ല ആ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടിട്ട്. പിന്നെ അവിടുന്ന് ഒരു രസമുള്ള ഡ്രൈവ് നമുക്ക് കിട്ടി. ശരിക്കും ഒരു സൈഡിൽ കൂടെ ട്രെയിൻ ഇങ്ങനെ പോകുന്നു, ഒരു സൈഡിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. ശരിക്കും നമ്മൾ ഹിന്ദി ഫിലിംസിലൊക്കെ പാട്ട് സീനിലൊക്കെ കാണുമ്പോഴത്തെ ഡ്രൈവ്. ട്രെയിനും കാറും മത്സരം വെക്കുകയെന്ന് തോന്നും നമ്മൾ ദൂരത്തു നിന്ന് കാണുമ്പോൾ. ആ സ്റ്റൈലിലുള്ള ഡ്രൈവൊക്കെ ചെയ്ത് അടുത്ത രാജ്യമായിട്ടുള്ള ഫ്രാൻസിലേക്ക് കിടക്കുക. ഫ്രാൻസിൻ്റെ മുള്ളൗസ്. കാരണം വെച്ചാൽ സ്വിറ്റ്സർലാൻഡിൽ താമസം നല്ല എക്സ്പെൻസീവാണ്. നമ്മൾ സ്വിറ്റ്സർലാൻഡിലും ജർമ്മനിയിൽ നിന്ന് വന്നു, സ്വിറ്റ്സർലാൻഡിലെ കാഴ്ചകൾ കണ്ട് താമസം ഫ്രാൻസിലും. ഇതൊക്കെ അടുത്തടുത്ത രാജ്യങ്ങൾ. അങ്ങനെ നമ്മൾ മുള്ളൗസിൽ റേറ്റ് കുറഞ്ഞ ഒരു സ്റ്റേ കിട്ടി, മുള്ളൗസ് താമസിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എന്ത് ചെയ്യാണ്,
യാത്ര പുറപ്പെടാൻ നോക്കുമ്പോൾ നല്ല മഴയാണ്. എല്ലാവരും പ്ലാനും നടക്കില്ല. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. ഈ യൂറോപ്പിലെ മഴേൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്, പിന്നെ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഈ ടൂറിസ്റ്റിക് അല്ലാത്ത സ്ഥലത്ത് പോവുക, എന്നിട്ട് മഴ ആസ്വദിക്കുക. അങ്ങനെ വിസ് ബീച്ച് എന്ന് പറഞ്ഞ ഒരു ഏരിയ കണ്ട് ഞങ്ങൾ. ഡാമും നമ്മളിപ്പോൾ വെച്ചാൽ പെരിയാറിൻ്റെ ഡാമും അങ്ങനത്തെ തീരങ്ങളൊക്കെ ഉണ്ടല്ലേ, ഹൈ ഏരിയ, അവിടെ ഒരു ചെറിയ ടൗൺ ഉണ്ട്. അങ്ങനെ ആ വിസ്ബിക് ഏരിയയിലേക്ക് ഞങ്ങൾ തിരിക്കുക. വിസ്ബിക് ഏരിയയിൽ പോയി ആ മഴയൊക്കെ ആസ്വദിച്ച് അഞ്ച് ഒരു കുടയൊക്കെ കൊണ്ടുവന്നിരുന്നു. അവിടുന്ന് കുറേ കറങ്ങി, എല്ലാവരും സ്ലിപ്പേഴ്സൊക്കെ ഇട്ട് ഇറങ്ങി. അങ്ങനെ മഴ ആസ്വദിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന്. ശരിക്കും നമ്മളൊരു മൂന്നാറിലോ വയനാട്ടിലൊക്കെ പോയ പ്രതീതി. കാരണം ഹിൽ ഏരിയ, മഴ ഇങ്ങനെ കുതിർത്ത് പെയ്യുന്നുണ്ട്. ഞങ്ങൾ വണ്ടീൻ്റെ ബാക്ക് ഡോർ ഓപ്പൺ ആക്കിയിട്ട് അവിടെ ഇരുന്ന് കുറേ അങ്ങനെ ആസ്വദിച്ചു. ഞങ്ങൾ അതും ചില്ല് ചെയ്യൽ തുടങ്ങി ഞങ്ങളെ യാത്രയിൽ. അങ്ങനെ വിസ്ബിക്ക് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ചോർന്നു. അന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു മേഡ്സ് പോവാം, ഫ്രാൻസിൽ തന്നെ വേറൊരു നഗരമുണ്ട് നേരെ മേഡ്സ് പോയി അതിൻ്റെ അടുത്തുള്ള മേഡ്സിലുള്ള അവിടെയുള്ള മ്യൂസിയംസും കത്തീഡ്രലും ഒക്കെ കണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ പ്രേത ഫിലിമുകളിലൊക്കെ കാണുന്ന ഒരു കത്തീഡ്രലല്ലേ, ആ ഒരു സ്റ്റൈൽ ഓഫ് കത്തീഡ്രൽ, ഒരു ഭീകരത ഉണർത്തുന്ന ഒരു കത്തീഡ്രൽ. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഡാർക്ക് ഫീലിങ്ങും പക്ഷേ ഒരു ഭയങ്കര രസമുള്ളൊരു കത്തീഡ്രലാണ്. അങ്ങനെ അവിടെ പോയിരുന്ന് ഞങ്ങൾ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് അതിൻ്റെ പുറത്ത് ഭയങ്കര ഇരുന്ന് ഞങ്ങൾ ഇത് തന്നെ ചർച്ച, ഈ കത്തീഡ്രലിൻ്റെ ഉള്ളിൽ എന്താ ഗോസ്റ്റ് ഉണ്ടോ, ഇതിനെന്താ ഒരു പേടിപ്പെടുത്തുന്ന സാധനമാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്ത് തുടങ്ങി. അങ്ങനെ മേഡ്സിലെ കത്തീഡ്രലും കാര്യങ്ങളൊക്കെ കണ്ടു. അടുത്ത ഞങ്ങൾക്ക് പോകാനുള്ള രാജ്യം എന്ന് വെച്ചാൽ ലക്സംബർഗ് സിറ്റിയാണ് തലസ്ഥാനം. അങ്ങനെ അതിൻ്റെ അടുത്ത് റിച്ച്മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റേ കിട്ടി. അങ്ങനെ ഞങ്ങളിങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഫത്താവും അംജും കൂടി പറഞ്ഞാൽ നമുക്കൊരു ബിരിയാണി വെക്കാം. ഞങ്ങൾ ചിക്കൻ വാങ്ങാനൊക്കെ കുറേ അലഞ്ഞു, ഒരു ഫ്ലാറ്റ് എടുത്തു. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി ലാസ്റ്റ് ചിക്കനല്ല ഒരു മുട്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു അംജുവിൻ്റെയും ഫത്താവിൻ്റെയും കുക്കിംഗ് വിരുദിൽ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ എണീറ്റു ലക്സംബർഗിലേക്ക് പോയി. ലക്സംബർഗ് എന്ന് വെച്ചാൽ ഒരു പഴയ ഒരു സിറ്റി, നല്ല ടൗൺ സ്ക്വയർ, ഒരു കോട്ടയുടെ മുകളിലുള്ള ഒരു സിറ്റി, അതാണ് പറയുക. ശരിക്കും ഫുള്ള് കോട്ടകളാണ്, പക്ഷെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളും. ലക്സംബർഗിൻ്റെ ശരിക്കും ഒരു വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഞങ്ങൾക്ക് കാണാം, ലക്സംബർഗ് സിറ്റി ഉള്ളത് തന്നെ ആ കോട്ടൻ്റെ ഉള്ളിലാണെന്ന് തോന്നിപ്പിക്കും. ആ ഒരു സ്റ്റൈൽ ഓഫ് ഇതാണ്. വണ്ടി തന്നെ ഞങ്ങൾ പാർക്ക് ചെയ്യുന്ന ഈ കോട്ടൻ്റെ തൊട്ട് താഴെയാണ്. അങ്ങനെ ലക്സംബർഗ് സിറ്റിയിൽ ഫുള്ള് കറങ്ങി. ഞങ്ങൾ ട്രിപ്പിൻ്റെ എൻഡിലോട്ട് അടുത്തോണ്ട് നിൽക്കുക. അന്നപ്പോൾ ഞാൻ ഫത്താവും അംജുവും മഷ്കൂറും ഒക്കെ പറയുന്നുണ്ട് നമ്മളെ ദിവസങ്ങൾ അവസാനിക്കാറായല്ലോ എന്നുള്ളത്. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത റഷ്യ വയ്യ. ഈ റഷ്യയിൽ അന്ന് കുറച്ച് കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് റഷ്യയിൽ ഡ്രൈവ് ചെയ്ത് കയറാൻ പറ്റില്ല എന്നുള്ള ബത്തൂമി ബോർഡറിൽ ഞങ്ങൾ മനസ്സിലാക്കി. അതിന് ഞങ്ങൾ പകരമായിട്ട് എന്ത് ചെയ്തു, ബെൽജിയം ഓൾറെഡി ഉള്ള പ്ലാനിലുള്ളതാണ്, ഞങ്ങൾ നെതർലാൻഡ് കൂടി ആഡ് ചെയ്തു. ഞങ്ങൾ എന്തായാലും ഈ കൺട്രീസ് ഒന്ന് തേക്കണം. നെതർലാൻഡ് ഞങ്ങൾ ആദ്യം പോയതാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ബെൽജിയം വഴി നെതർലാൻഡ് വരെ ഡ്രൈവ് ചെയ്യാണ്. നെതർലാൻഡ് പോയി, നെതർലാൻഡിൽ ആംസ്റ്റർഡാമിൽ റൂം എടുത്ത് വെച്ചു. നൈറ്റായി ഞങ്ങൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്ത് തളർന്നു. നൈറ്റ് എത്തി, പക്ഷേ അതൊന്നുമില്ലാതെ ഒന്ന് ഫ്രഷപ്പായി ഇറങ്ങി ഞങ്ങൾ ഔട്ട്സ്കേർട്ടിലായിരുന്നു റൂം എടുത്ത്. എപ്പോൾ ഈ ഔട്ട്സ്കേർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ പ്രശ്നവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് വണ്ടിയായിട്ട് കറങ്ങി. ആംസ്റ്റർഡാമിൽ ഒരു സ്ഥലത്ത് പോലും ഞങ്ങളെ വണ്ടി ഇറക്കാൻ പറ്റുന്നില്ല, വളരെ ചുരുങ്ങിയ പാർക്കിങ്ങുകൾ മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഹൈറ്റ് പ്രശ്നമാണ്. 190 ഹൈറ്റ് ഉള്ളതുകൊണ്ട് 180 പാർക്കിംഗ് സ്പേസ് ഉണ്ടാവുള്ളൂ. കറക്റ്റ് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പാർക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആംസ്റ്റർഡാമിൽ കാറും എടുത്ത് പോക്കേ പറ്റില്ല. അങ്ങനെ ആംസ്റ്റർഡാം സെൻട്രൽ, ആംസ്റ്റർഡാം കത്തീഡ്രൽ, പിന്നെ ഷാംസലീസ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കറങ്ങി. ആംസ്റ്റർഡാമിൽ കാറ്റാടികളുള്ള സ്ഥലവും എല്ലാ സ്ഥലങ്ങളിലൂടെയും ഞങ്ങൾ പോയി. പിറ്റേന്ന് രാവിലെ എണീറ്റ് എല്ലാ ടൂറിസ്റ്റിക് പ്ലേസിലും ആംസ്റ്റർഡാമിൽ പോയി. ആംസ്റ്റർഡാമിലെ ഡൗൺ ടൗണിൽ കൂടെ കുറേ നേരം നടന്നു. ആംസ്റ്റർഡാമിലെ റെഡ് ലൈറ്റ് സ്ട്രീറ്റ് ഉണ്ട്, റെഡ് ലൈറ്റ് സ്ട്രീറ്റിൽ പോയി എല്ലാ കാഴ്ചകളും കണ്ട്. ഇനി ഞങ്ങളുടെ യാത്ര അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ആംസ്റ്റർഡാമിൽ നിന്ന് ബെൽജിയം ലക്ഷ്യമാക്കിയിട്ട് ആൻവേർപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്ന് ഞങ്ങൾ താമസം പ്ലാൻ ചെയ്ത്. ആൻവേർപ്പ് ബെൽജിയത്തിലാണ്, കാലിസ് ഫ്രാൻസിലാണ്. ഇത് വളരെ കുറഞ്ഞ ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ കാലിസ് പോർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ഡോവറിലേക്കുള്ള ഫെറി ഉള്ളത്. അന്നിപ്പോൾ ആൻവേർപ്പ് പെർഫെക്റ്റ് സ്റ്റേ ആണ്. അങ്ങനെ ആൻവേർപ്പ് നഗരത്തിൽ തന്നെ പോയി സ്റ്റേ ചെയ്തു. ആ നഗരമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. ഞങ്ങൾ പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് പിറ്റേന്ന് രാവിലെ എണീറ്റ് ഞങ്ങൾ കാലിസിൽ പോവുകയാണ്. കാലിസ് പോയിട്ട് നേരെ കാലിസിൽ വണ്ടി ഫെറി കയറ്റി
നേരെ ഡോവറിലെത്തുകയാണ്. ഡോവറിന്ന് അന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ഷേബോ ഡോവറിന്നൊരു 10-20 മിനിറ്റ് ഡ്രൈവുള്ള കാൻറ്റർബറിയിലുണ്ടായിരുന്നു. അങ്ങനെ അവനവിടെ കാത്തുക്കുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഷേബോനെ കാണാൻ വേണ്ടിയിട്ട് കാൻറ്റർബറി പോയി. ഞങ്ങൾ അന്ന് ശരിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ആഷ്ഫോർഡിലാണ്. അങ്ങനെ കാൻറ്റർബറി പോയിട്ട് ഷേബോനെ വിസിറ്റ് ചെയ്തു, ഷേബോനെ കണ്ടു. പുള്ളി വർക്കിന് പോകാനുള്ള ടൈമാണ്, എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവിടുന്ന് കുറേ മലയാളികളെ പരിചയപ്പെട്ടു ആ പാർക്കിൽ നിന്ന്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ കാൻറ്റർബറിയിൽ നിന്ന് നേരെ ആഷ്ഫോർഡിലേക്ക് പോയി. ആഷ്ഫോർഡിൽ നിന്നു 2 ദിവസത്തെ സ്റ്റേ എടുത്തു. കാരണം തിരിച്ചും ഞങ്ങൾ ആഷ്ഫോർഡിലേക്ക് തന്നെ വരും, അവിടെ പോവും, ആ സ്റ്റൈലാണ്. പക്ഷേ ലണ്ടനിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ യൂറോപ്പ് കംപ്ലീറ്റ്ലി ലെഫ്റ്റ് സൈഡാണ് ഡ്രൈവ്. ഞങ്ങളെ കയ്യിലുള്ള ലാൻഡ് ക്രൂസറും ലെഫ്റ്റ് സൈഡാണ്. നമ്മളെ ഇന്ത്യ പോലെ UK കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡാണ് ഡ്രൈവ്. അത് പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും ഡ്രൈവിങ് സൈഡ് മാറുമ്പോൾ. അതിപ്പോൾ റൈറ്റ് സൈഡുള്ള സ്ഥലത്ത് നമ്മളെ വണ്ടി മാത്രം ലെഫ്റ്റ് സൈഡായിട്ട് ഇങ്ങനെ പോവും. അങ്ങനെ യൂറോപ്പ് കംപ്ലീറ്റ് ആ പ്രശ്നമില്ല. ലണ്ടനിൽ UK കയറിയപ്പോൾ ഈ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ്ങിലുണ്ടാവും. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് ആഷ്ഫോർഡിൽ നിന്ന് നേരെ ഞങ്ങൾ ട്രിപ്പ് അനൗൺസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ വണ്ടിയായിട്ട് ലണ്ടൻ ടവർ ബ്രിഡ്ജ് വഴി ലണ്ടനിൽ ഓടിച്ച് കയറ്റിയാൽ ഞങ്ങളെ ട്രിപ്പ് അവസാനിക്കുന്നുണ്ട്. അങ്ങനെ ലണ്ടനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടിയായിട്ട് പോവുകയാണ്. അങ്ങനെ മസ്കൂർ ലണ്ടനിൽ നല്ല ട്രാഫിക്കാണ്. ഈ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്ത്, പാർലമെൻറ്റ് സ്ക്വയറിൻ്റെ അടുത്ത് എല്ലാം ഒരു വഴിക്കും വണ്ടിയായിട്ട് പോകാനാവില്ല, ഓൺലി പബ്ലിക് ട്രാൻസ്പോർട്ട്. ഞങ്ങൾ പക്ഷേ രണ്ടും കൽപ്പിച്ചു. ലണ്ടനിൽ വണ്ടി കയറ്റണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. കൺജഷൻ ഫീ അടയ്ക്കണം, ഓൺലൈനിൽ പെർമിഷൻ എടുക്കണം. അന്നപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മളൊരു ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞതിലോട്ട് നമ്മളെ ട്രിപ്പ് അവസാനിക്കുകയെന്ന് വെച്ചാൽ ടവർ ബ്രിഡ്ജ് കൂടെ ഡ്രൈവ് ചെയ്ത് കയറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മഷ്കൂർ അവിടെ നിന്നു. വഴി ഓപ്പൺ ആക്കിയ ടൈമിന് മഷ്കൂർ പറഞ്ഞു വണ്ടി എടുത്ത് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ലണ്ടൻ ബ്രിഡ്ജ് വഴി കയറ്റി. അന്ന് ഏകദേശം 4-ാം തീയതി 5-ാം തീയതിയായി. അന്നപ്പോൾ തിരിച്ച് ആഷ്ഫോർഡിൽ തന്നെ പോയി. ആ ഡ്രൈവ് ചെയ്ത് ആ ഡ്രീം കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും യാത്രയുടെ ചടപ്പിലേക്ക്, നമുക്കൊരു യാത്ര അവസാനിപ്പിക്കാൻ പെട്ടെന്ന് വീട് പിടിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ആ യാത്ര അവസാനിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ഫെലിക്സോ പോർട്ടിൽ നിന്നാണ് തിരിച്ച് ഞങ്ങൾ വണ്ടി ഷിപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ റിസീവ് ചെയ്യുന്നതിന് 3 മാസം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ തിരിച്ച് ഷിപ്പ് ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും പെട്ടെന്ന് ക്ലിയറാക്കി ഫെലിക്സോ പോർട്ടിൽ വണ്ടി ഡെലിവർ ചെയ്തു. 4 പേരും കൂടി തിരിച്ച് ഹീത്രൂ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് റൂം എടുക്കുന്നു. അവിടെ സ്റ്റേ ചെയ്യുന്നു. ഓരോ മണിക്കൂർ 2 മണിക്കൂർ ഇടപെട്ടിട്ട് ഓരോരുത്തർ ഫ്ലൈറ്റ്. ഞാൻ നാട്ടിലേക്ക്, ഫത്തായ് ഖത്തറിലേക്ക്, മഷ്കൂർ ഖത്തറിലേക്ക്, അംജു ബോംബെയിലേക്ക്. ഞങ്ങൾ 4 പേരും 4 വഴിക്ക് അവിടുന്ന് പിരിയാണ്. അങ്ങനെ 4 സുഹൃത്തുക്കൾക്കൊപ്പമുള്ള 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ ഈ യാത്ര ഇതോടുകൂടി അവസാനിക്കുകയാണ്.